തെരുവിനെ പോലും നാണിപ്പിക്കുന്ന വിധമായിരുന്നു വ്യാഴാഴ്ച പാർലമെന്റിന്റെ മുറ്റത്ത് എംപിമാർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ. വന്ധ്യവയോധികർ മുതൽ യുവ എംപിമാർ വരെ ഈ കോലാഹലത്തിന്റെ ഭാഗമായി. തങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പാർലമെന്റിലേക്ക് അയച്ച ജനപ്രതിനിധികൾ എല്ലാ അതിരുകളും ഭേദിച്ച അടിപിടിയിൽ വരെ എത്തിയ കാഴ്ചയാണ് നമ്മൾ അവിടെ കണ്ടത്. ഏറ്റുമുട്ടലിൽ ഏതാനും പേർ പരിക്കേറ്റ ആശുപത്രിയിലുമായി. എന്തിനു വേണ്ടിയാണ് ഈ തമ്മിൽ തല്ലും ഏറ്റുമുട്ടലും ഗോഗ്വ വിളികളുമെന്ന് അന്വേഷിക്കുമ്പോഴാണ് വിഷയത്തിന്റെ പൊള്ളത്തരം ആശ്ചര്യപ്പെടുത്തുന്നത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഇന്നലെ സമാപിച്ചപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുയരും. എന്തിനു വേണ്ടിയായിരുന്നു ഈ സമ്മേളനം വിളിച്ചുകൂട്ടിയത്? അതിൽ എന്തെങ്കിലും നടന്നോ? ദിവസവും രാവിലെ സമ്മേളിക്കുക, ജനങ്ങളെ ഒരു വിധത്തിലും ബാധിക്കാത്ത ഏതെങ്കിലും ഒരു വിഷയം കൊണ്ടുവന്ന സമ്മേളന നടപടികൾ തടസ്സപ്പെടുത്തുക, ബഹളം അസഹനീയ ഘട്ടമെത്തുമ്പോൾ സഭാധ്യക്ഷന്മാർ നടപടികൾ അവസാനിപ്പിച്ച സഭ പിരിഞ്ഞതായി പ്രഖ്യാപിക്കുക. ഇതല്ലേ ഈ സമ്മേളനകാലം മുഴുവൻ നടന്നത്? മുൻപും ഇതുപോലെ എത്രയോ സമ്മേളനങ്ങൾ പ്രക്ഷുബ്ധ അന്തരീക്ഷത്തിൽ പൂർണ്ണമായും ഒലിച്ചുപോയ ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിപക്ഷ സമരമുറകളും സർക്കാർ പക്ഷം അതിനെ നേരിട്ട വിധവും പുതുമയുള്ളതൊന്നുമല്ല. ഒരു ദിവസത്തെ സമ്മേളനത്തിനായി പൊതുഖജനാവിൽ നിന്ന് ചിലവഴിക്കേണ്ടി വരുന്ന കോടികളുടെ കണക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ ഇടയ്ക്കിടെ പുറത്തുവരാറുണ്ട്. ഇതിൽ ആർക്ക് എന്ത് നഷ്ടം? ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഭരണഘടനാ ശില്പി BR അംബേദ്കറെ ബന്ധപ്പെടുത്തി നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിലായിരുന്നു വ്യാഴാഴ്ചത്തെ കലാപം. ഇതുപോലൊരു പദവിയിലിരിക്കുന്ന ആൾ ഒരിക്കലും നടത്താൻ പാടില്ലാത്ത പരാമർശമായിരുന്നു അത്. കൈവിട്ട കല്ലും വാവിട്ട വാക്കും ഒരിക്കലും തിരിച്ചെടുക്കാനാവില്ല എന്നത് സത്യമാണ്. പ്രതിപക്ഷം മൂർച്ചയേറിയ ആയുധമാക്കി കഴിഞ്ഞ അമിത് ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച അദ്ദേഹത്തിന് അന്തരീക്ഷം തണുപ്പിക്കാമായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, തന്റെ വാക്കുകളിൽ കടിച്ചു തൂങ്ങി നിൽക്കുകയും ചെയ്തു. സമീപകാലത്ത് ഒന്നും കാണാത്ത വിധത്തിൽ പാർലമെന്റ് കവാടം യുദ്ധക്കളമാവുകയും ചെയ്തു. പല വിഷയങ്ങൾ എടുത്തിട്ടും ശോഭിക്കാൻ കഴിയാതിരുന്ന കോൺഗ്രസിന് അമിത് ഷാ ഏറ്റവും ശക്തമായ ഒരു പിടിവള്ളിയാണ് എറിഞ്ഞുകൊടുത്തത്. അതവർ അതിസമർത്ഥമായി ഉപയോഗപ്പെടുത്തുന്നതാണ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും കണ്ടത്. രാജ്യത്ത് എന്തെല്ലാം ജനകീയ വിഷയങ്ങൾ കിടക്കുന്നു. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നിങ്ങനെ പരിഹാരം കാണേണ്ട നിരവധി വിഷയങ്ങൾ. അടിയന്തരമായി പാസാക്കേണ്ട നിയമനിർമ്മാണങ്ങൾ മറ്റൊരിടത്ത്. ഈ പറഞ്ഞതിലേക്കൊന്നും ശ്രദ്ധ പതിപ്പിക്കാതെ രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രം ഉയർത്തി പാർലമെന്റിന്റെ വിലയേറിയ സമയം പാഴാക്കുന്ന പതിവ് ശൈലി പിന്തുടരാനാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും താൽപര്യം കാട്ടിയത്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ അവതരിപ്പിച്ച സെലക്ട് കമ്മിറ്റിക്ക് വിടാനായത് മാത്രമാണ് എടുത്തു പറയാവുന്ന നേട്ടം. മുന്നിൽ 2 ഭൂരിപക്ഷമില്ലാത്ത പശ്ചാത്തലത്തിൽ ബിൽ പാസ്സാകുക അത്ര ലളിതവുമല്ല. ഇനി വരുന്നത് ബഡ്ജറ്റ് സമ്മേളനമാണ്. ഇതുപോലുള്ള പ്രകടനങ്ങൾ അപ്പോഴും ആവർത്തിച്ചെന്നിരിക്കും. അധികാരം ലഭിക്കാത്തതിന്റെ ചുരുക്ക കോൺഗ്രസ് പാർട്ടിയെ ഇപ്പോഴും വേട്ടയാടുന്നു എന്ന് വേണം കരുതാൻ. ഇതുപോലുള്ള തട്ടുപൊളിപ്പൻ പരിപാടികളിലൂടെ അധികാരം പിടിക്കാമെന്ന ചിന്തയ്ക്ക് പ്രസക്തിയില്ലെന്ന് ഓർക്കണം.